ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അക്ഷയ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം വൈകിട്ട് 5:30. ഞാനിപ്പോൾ മധുരയിലാണ്. ഓഫീസിൽ പോയി വന്നിട്ട് വെറുതെ ഇരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എവിടേക്കെങ്കിലും പോയാലോ, മധുരത്തെ വീഡിയോസ് ഒന്നും കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ എവിടേക്കെങ്കിലും പോയി അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗ് എടുത്താലോ എന്ന് വെച്ചപ്പോഴാണ് ഇവിടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. ഒരു വലിയ അമ്പലമാണ്. അമ്പലത്തിൻ്റെ പേര് തിരുമുഹൂർ കളമേഘ പെരുമാൾ കോവിൽ എന്നാണ്. അമ്പലം അത്യാവശ്യം വലിയൊരു അമ്പലമാണെങ്കിൽ അത്ര ഫേമസ് അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമല്ലേ, അപ്പോൾ അവിടേക്ക് പോയിട്ട് അതിൻ്റെ ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ബാക്കി വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ കൊടുക്കാനായി തുളസിമാലയെല്ലാം വാങ്ങിയാണ് ഉള്ളിൽ പോകുന്നത്. അമ്പലത്തിൽ പെയിൻറ്റിങ് പണി നടക്കുന്നത് കൊണ്ട് അമ്പലത്തിൻ്റെ ഗോപുരങ്ങളെല്ലാം പച്ചനെറ്റ് വെച്ച് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2000 വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലേക്ക് മധുരയിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്ററാണ് ദൂരമുള്ളത്. തൊഴുത് കഴിഞ്ഞപ്പോൾ പ്രസാദത്തിൻ്റെ കൂടെ ഒരു താമരപ്പൂവും എനിക്ക് കിട്ടി. ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ കാളമേഘ പെരുമാളാണ്. പാലാഴി മദനത്തിന് ശേഷം ദേവന്മാർക്ക് അമൃത് വിളമ്പാനായി ഭഗവാൻ മഹാവിഷ്ണു മോഹിനി രൂപമെടുത്തത് ഇവിടെ വെച്ചെന്നാണ് ഐതിഹ്യം. തിരുമുഹൂർ എന്ന പേര് വന്നതും മോഹിനി എന്ന വാക്കിൽ നിന്നാണ്. ഇപ്പം ഞാൻ ഇരിക്കണത് അമ്പലത്തിൻ്റെ ഉള്ളിലാട്ടോ. ഇവിടെ അങ്ങനെ വൈകിട്ടൊക്കെ വന്നിരിക്കാൻ ഭയങ്കര രസമാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണോ. ഇതിപ്പോൾ ഇവിടെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ പച്ച കളറ് നെറ്റ് വെച്ചത് മൂടി വെച്ചിരിക്കുന്നത്. അതെങ്കിൽ ഗോപുരം കാണാൻ ഭയങ്കര രസമാണ്. ഈ അമ്പലത്തിലെ മറ്റ് 2 പ്രധാന പ്രതിഷ്ഠകളാണ് ചക്രത്താഴ്വാരും നരസിംഹമൂർത്തിയും. ഈ അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 108 ദിവ്യദേശങ്ങളിൽ തമിഴ്നാട്ടിലെ 84 അമ്പലങ്ങളിലെ ഒരമ്പലമാണ് ഈ തിരുമുഹൂർ കാളമേഘ പെരുമാൾ കോവിൽ. പാണ്ഡ്യരാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ച ഈ ക്ഷേത്രത്തിലെ തൂണുകളിലും ശില്പങ്ങളിലെല്ലാം ഭഗവാന്റെ വിവിധ അവതാരങ്ങളും പുരാണ കഥകളും കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടാണ് ഒരു അമ്പലക്കുളം ഉണ്ട്. അപ്പോൾ ഞാൻ അമ്പലക്കുളം കാണിച്ചു തരാം. അമ്പലത്തിൻ്റെ ഇടതുവശത്തായിട്ടാണ് ക്ഷേത്രക്കുളം ഉള്ളത്. ഈ കുളത്തിൻ്റെ പിന്നിൽ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ പാലാഴി മദന സമയത്ത് ഭഗവാൻ മോഹിനി രൂപം പൂണ്ടപ്പോൾ ഭഗവാന്റെ കണ്ണുകളിൽ നിന്ന് വീണ ആനന്ദാശ്രുക്കളാണ് ഈ കുളമായി മാറിയതെന്നാണ് വിശ്വാസം. ഇത് ഈ അമ്പലത്തിൻ്റെ അമ്പലക്കുളം കേട്ടോ. എന്ത് രസം നോക്കി. ഇതിൽ ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട്, പക്ഷേ ഇരുട്ടായി കൊണ്ട് കാണാൻ പറ്റുന്നില്ല. കുറച്ചും കൂടി നേരത്തെ വന്നെങ്കിൽ മീനൊക്കെ കാണാൻ പറ്റിയിരുന്നു കേട്ടോ. അമ്പലത്തിന് ചുമരുണ്ടോ, ഈ റെഡ് ആൻഡ് വൈറ്റ് തീമിലായിട്ട് ഇത്ര ഹൈറ്റിലത് പണിതേക്കുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.